എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രനോട് രോഹിത്തിനെയും കൂട്ടി ശരണ്യയുടെ വീട്ടിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് ശരിയാവുമോ, എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പം ആ നാട്ടിലുള്ള ആരെങ്കിലും പിടിച്ചെറുതി രണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനെ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പം അലീന, അതെന്താ അച്ഛൻ എന്നെ പറ്റി അത്രയും വിശ്വാസമുള്ളോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് വിശ്വാസത്തിൻ്റെ കുറവുകൊണ്ട് പറയുന്നൊന്നുമല്ല, ഇവിടെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നാട്ടുകാരെന്താ ചെയ്തതെന്ന് നീ കണ്ടതല്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, അതൊക്കെ ഓരോരുത്തരുടെ ചൊറിച്ചിലാണ്, സദാചാര പോലീസ് കളിക്കുന്നതാ, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോഴും അവിടെയുള്ള കോളനിക്കാർ എന്നോട് സംസാരിക്കാറൊക്കെ ഉണ്ട്, അവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനോട് ചോദിച്ചു അവൻ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ രോഹിത്ത് എങ്ങോട്ട് വേണമെങ്കിലും വരും, അവന് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ അലീനെ പിന്നെയും വിളിച്ച് നിർത്തും. അച്ഛ എന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുമ്പോൾ എന്താ പറയാനുള്ളെങ്കിൽ പറഞ്ഞു എന്ന് പറയും. അന്നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് വേണ്ട ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയും. അന്നേരം പറഞ്ഞിട്ട് പോ എന്നിങ്ങനെ പറയുവാണ് ബാലേന്ദ്രൻ. അന്നേരം അലീന പറയും, അച്ഛാ ഞാൻ ഇപ്പം രോഹിത്തിനെ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നത് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞും ശരണ്യയുടെ വീടുമായിട്ട് ഒരു ബന്ധം വേണം, അവളെ പഠിപ്പിച്ചോളാം എന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ടാണ് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, അതിന് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഇവിടുന്ന് പോകുന്ന കാര്യം, അത് നീ തീരുമാനിച്ച കാര്യമാണോ, അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അച്ഛനോട് പറയാം എന്ന് പറയും. വരുമ്പോൾ എനിക്ക് നിന്നോട് അതിനെപ്പറ്റി സംസാരിക്കാനുണ്ട്, കാണണം എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ കയറി പോകുന്നത്. പിന്നെ കാണിക്കുന്ന അലീനയും രോഹിത്തും കൂടി ശരണ്യയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഓട്ടോ നിർത്തി കഴിയുമ്പം ഓട്ടോയിൽ നിന്ന് ഇറങ്ങാനൊരു മടിയാട്ടോ രോഹിത്തിന്. അന്നേരം നീ എന്താ അവിടെ ഇരിക്കുന്നത്, നീയും കൂടി ഇങ്ങനെ ഇറങ്ങി വാ എന്നിങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് ഇറക്കുന്നു. വണ്ടിക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് അവരങ്ങ് നടന്നു ചെല്ലുമ്പം രോഹിത്തിനെ കാണുമ്പോഴേക്കും ശരണ്യയുടെ അച്ഛൻ്റെ മുഖം ഇത്തിരി ഒന്ന് മുറുകുവേ, ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അന്നേരം അച്ഛന് മനസ്സിലായില്ലേ ഇത് രോഹിത് ബാലേന്ദ്രൻ എന്ന് പറയുമ്പോഴും അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ ഓടി ഇറങ്ങി വരും. എന്നിട്ട് ആഹാ ഇതാരാ, ഞങ്ങളിപ്പോൾ അവളോട് സംസാരിച്ച് നിർത്തിയുള്ളൂ അലീനയുടെ കാര്യമെന്ന് പറയുക. എന്നിട്ട് നിങ്ങളെന്താ മക്കൾ അവിടെ നിൽക്കുന്നെങ്കിൽ കയറുക എന്നൊക്കെ പറയുന്നു. അന്നത്തേക്കും അകത്തുനിന്ന് ശരണ്യനെയും വിളിക്കുന്നുണ്ട് കേട്ടോ. ശരണ്യ മോളേതേ ഇങ്ങ് വന്നേ, ആരാ വന്നേന്ന് നോക്ക് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അകത്തേക്ക് കയറുക എന്ന് പറയുന്നു. അവരങ്ങനെ അകത്തേക്ക് കയറുമ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ശരണ്യയുടെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല രോഹിത് അങ്ങോട്ട് ചെന്നത്. ഏതായാലും അവരകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഗോപനും അതുപോലെ എവിടുന്നോ പൊട്ടിമുളച്ച് പോയി ചാടി ഇറങ്ങി വരുന്ന നമ്മുടെ ഓമനക്കുട്ടനെയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ഓമനക്കുട്ടൻ്റെ അമ്മ പറയും, നീ എന്താണ് എപ്പോഴും ഇങ്ങനെ തവള ചാടുന്നോലെ ചാടി വരുന്നേ, നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എപ്പോഴും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ പോകുന്നതാണ്. ഇവർ വന്നറിഞ്ഞ് ഓടിപ്പിടിച്ചങ്ങോട്ട് വന്നതാണ്. അന്നേരം എല്ലാവരോടും സംസാരിച്ച് നിൽക്കുന്നതിനിടയ്ക്ക് രോഹിത് ഇത്തിരി വിഷമത്തോടെ പറയുവാണ്, ഞാൻ ആ കൂട്ടുകെട്ടിൽ പോയി വീഴാൻ പാടില്ലായിരുന്നു, ഒരിക്കലും ശരണ്യയുടെ നേരെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് എല്ലാവരും ക്ഷമിക്കണം, ഈ വീട്ടിലെ ഒരാളല്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുവാണേ. അന്നേരം ഒരു മുഖത്തിന് ഒരിത്തിരി തെളിച്ചം വന്ന് തുടങ്ങുന്നുണ്ട് ശരണ്യയുടെ അച്ഛന്. അതുപോലെ ഗോപനും നിൽപ്പുണ്ട് കേട്ടോ. ഗോപനും ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് രോഹിത്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തിരി വിഷമാവുന്നുണ്ട്. എന്നിട്ട് പയ്യെ ശരണ്യയുടെ അടുത്തോട്ട് വന്നിട്ട് ശരണ്യയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും. എന്നിട്ട് പറയും, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുവാണ്. അന്തേക്കും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുവാണ് രോഹിത്തിൻ്റെ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശരണ്യയുടെ അച്ഛൻ, അതൊന്നും സാരമില്ല, അത് പോട്ടെ, മോൻ്റെ കാര്യമൊക്കെ ഞങ്ങളോട് ശരണ്യ പറഞ്ഞിട്ടുണ്ട്, മോനെ ആ കൂട്ടുകെട്ടിൽ വന്ന് പെട്ടുപോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, മോനേതായാലും നന്നായല്ലോ, അത് മതി എന്നിങ്ങനെ പറയുവാണ്. എന്നിട്ട് ഇങ്ങനെ പിന്നെയും വിഷമിച്ച് നിൽക്കുമ്പം ശരണ്യയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയും മകളെയും ഞാൻ പറഞ്ഞു വിട്ടത് എന്ത് വിശ്വാസത്തിലാണ്, നിന്നെ എനിക്ക് അറിയത്തു പോലുമില്ല, എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഈ പെങ്കൊച്ച് അവിടെ ഉള്ളത് കൊണ്ടാണ്, ഇവൾ അവരെ സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ ഇപ്പം നീ ഇവിടെ വന്ന് ഞങ്ങളോട് എല്ലാവരോടും ക്ഷമ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഈ പെങ്കൊച്ചാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഇതുപോലുള്ള കൂട്ടുകെട്ടിലൊന്നും പോയി വീഴരുത്, ഇനി നന്നായല്ലോ, അത് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നതെങ്കിലും ഒരിത്തിരി ആശ്വാസമാവുന്നുണ്ട് രോഹിത്തിന്. അതുപോലെ എപ്പോഴും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഗോപൻ്റെ മുഖത്തും ഒരു അയവൊക്കെ വരുന്നുണ്ട്. അന്നേരം രോഹിത്ത് ഇങ്ങനെ ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നതിൻ്റെ കൂടെ അലീന ചോദിക്കും, ഇപ്പം നിനക്ക് സമാധാനമായില്ലേ, നിൻ്റെ മനസ്സൊന്ന് തെളിഞ്ഞില്ലേടാ എന്ന് ചോദിക്കും. രോഹിത്തിനും ഏതായാലും സന്തോഷമായിട്ടോ. അവരെല്ലാവരുടെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നതിനിടയ്ക്ക് ശരണ്യ ഓടി വന്ന് അലീനയുടെ കയ്യിൽ പിടിക്കും. എന്നിട്ട് ചേച്ചി ഇങ്ങ് വന്നേ, ചേച്ചിയോട് എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പം, എടി നമുക്ക് ഇവരോടൊക്കെ സംസാരിക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ അവർ സംസാരിച്ചോളും, എനിക്ക് ചേച്ചിയോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്.
അന്നേരം രോഹിത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നതേക്കും അച്ഛൻ കുറച്ച് ഫ്രീ ആയേ സംസാരമൊക്കെ. എടാ നീ ഓടിപ്പോയി ഒരു കസേര ഇങ്ങെടുത്തുകൊണ്ട് വന്നേ എന്ന് ഓമനക്കുട്ടനോട് പറയും. ഓമനക്കുട്ടൻ കസേര എടുക്കാൻ പോയി കഴിയുമ്പോഴേക്കും ഇതെന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, ഇവർക്കൊന്നും കൊടുക്കണ്ടേ കഴിക്കാൻ എന്ന് ചോദിക്കുകയാണ് ശരണ്യയുടെ അമ്മയോട്. അന്തെങ്കിൽ ശരണ്യയുടെ അമ്മയും പെട്ടെന്ന് അകത്തേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ആ കസേര വന്നിരിക്കുവാണ് രോഹിത്തിന് അന്നേരം ഭയങ്കര ടെൻഷനാണ്. ഈ സമയം അകത്ത് നിന്ന അലീനയും ശരണ്യയോട് സംസാരിക്കുന്നു. ശരണ്യ പറയുവാണ്, എനിക്ക് ചേച്ചീനെ ഓരോ ദിവസം ഓരോ പ്രാവശ്യം കാണും തോറും ഇഷ്ടം കൂടി വരുവാ, ചേച്ചി ഈ വീട്ടിൽ അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അന്നേരം അലീന പറയും, എങ്കിൽ നമ്മൾ ഇന്നും അടിയായേനെ എന്ന്. ഓ അത് സാരമില്ലായിരുന്നു, ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ആകുമ്പോൾ അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുമല്ലോ എന്ന് പറയുന്നു. പിന്നെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒക്കെ ചെയ്യുന്നു. കുറേ സംസാരിച്ചതിന് ശേഷം അലീന പറയുന്നുണ്ട്, എനിക്കിതൊന്നും അല്ല വേണ്ടത്, നീ പഠിച്ച് നല്ല മിടുക്കിയാവണം, എങ്ങനെയാണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ പഠിച്ച് നല്ല നിലയിലെത്തണം എന്നല്ലേ ചേച്ചിയുടെ ആഗ്രഹം, എന്തായാലും ഞാൻ വിജയിക്കും, ചേച്ചിക്ക് അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ അതാണ് എനിക്ക് വേണ്ടത് എന്ന് അലീന പറയുന്നുണ്ട്. പിന്നെ സ്കൂളിൽ പോയി നോട്ടെല്ലാം കളക്ട് ചെയ്തു, അതുപോലെ പോയി അറ്റൻഡൻസ് ഒക്കെ കൊടുക്കാമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും. പിന്നെ ചെന്നപ്പം കൂട്ടുകാരെല്ലാം കുറേ ഓട്ടോഗ്രാഫൊക്കെ എഴുതി കൊടുത്തു. എല്ലാവരും ഒന്ന് ശരണ്യെ എൻകറേജ് ചെയ്യുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് എഴുതി കൊടുത്തത്, അതൊക്കെ കാണിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം പുറത്തിരുന്ന് രോഹിത്തും ഓമനക്കുട്ടനോട് സംസാരിക്കുന്നുണ്ട്. ഓമനക്കുട്ടൻ സംസാരിക്കുന്ന മൊത്തം ക്രിക്കറ്റിനെ കുറിച്ചാണ്. അവരിടയ്ക്കിടയ്ക്ക് കുഞ്ഞു ടൂർണമെൻറ്റിന് പോകാറുണ്ട്, ട്രോഫിയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു സന്തോഷം അങ്ങനെ പോകാറുണ്ട് എന്ന് പറഞ്ഞ് ക്രിക്കറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിനിടയ്ക്ക് 2 പ്രാവശ്യം ഗോപനും അതുപോലെ അച്ഛനും ഒക്കെ എവിടെയോ പോയിട്ട് വന്നിട്ട് 2 കവർക്കകത്തേക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് 2 പേർ കൂടെ ചായ കൊണ്ട് കൊടുക്കുവാണ് ശരണ്യയുടെ അമ്മ. എന്നിട്ട് കുടിക്കാൻ പറയും. എന്നിട്ട് ഇവൻ എന്തിനെ പറ്റി ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയും. അതെനിക്ക് തോന്നി, പഠിക്കുന്നതിനെ പറ്റി അവൻ സംസാരിക്കാൻ ചാൻസ് ഇല്ല എന്നും ശരണ്യയുടെ അമ്മ കളിയാക്കി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ചായ കൊണ്ടുവയ്ക്കുന്നു. അവർ 2 പേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് അച്ഛൻ കൊണ്ടുവന്ന ചെറുകടിയും കൊണ്ടുവയ്ക്കും കേട്ടോ. അന്നേരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റിയില്ല, ഇത് മോന് വേണ്ടി അച്ഛൻ ഓടിപ്പോയി മേടിച്ചുകൊണ്ട് വന്നതാ, കഴിക്കണം എന്ന് പറയും. കഴിക്കാം എന്ന് പറയുന്നുണ്ട് രോഹിത്ത്. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നതേക്കും അലീനയും ശരണ്യയും അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട്, ഇവിടെ ടീ പാർട്ടി തുടങ്ങിയ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല കേട്ടോ എന്ന്. ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. രോഹിത്തിനെ എടുക്കാൻ ചെല്ലുമ്പോൾ രോഹിത്ത് അതെനിക്കുള്ളതാട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും എല്ലാവർക്കും ഉള്ള ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ കൊണ്ടുവച്ചേക്കുന്ന ചെറുകടി എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് അലീന. എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുവാണ്, ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. ഞാൻ ചിലപ്പം ഇവിടുന്ന് പാലായിൽ നിന്ന് പോകും, അങ്ങനെ പോയാലും ഇവളുടെ പഠിത്തത്തിൽ യാതൊരു മുടക്കവും വരുത്തരുത്, അവൾക്ക് പഠിക്കാനുള്ള പൈസ എല്ലാ മാസവും ഇവിടെ എത്തും, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രോഹിത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം എന്ന് പറയും. അന്നേരം എല്ലാവരുടെയും മുഖത്ത് ഇങ്ങനെ ഒരു വിഷമമാണ്. അന്നേരം അലീന പറയുവാണ്, നിങ്ങൾ ഇവൻ പൈസ കൊണ്ട് തരുമ്പോൾ അത് മേടിക്കാൻ മടിക്കുകയൊന്നും വേണ്ട, കാരണം അത് ആരുടെയും ഔദാര്യമല്ല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് അവൻ്റെ കയ്യിൽ പൈസ തന്നുവിടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. അലീന എന്താ അങ്ങനെ പറഞ്ഞേ എന്നറിയത്തില്ല. ശരണ്യയുടെ പഠനത്തിന് വേണ്ടി എന്തും ചെയ്യാം, എന്ത് പൈസ ആയാലും കുഴപ്പമില്ല എന്ന് ബാലേന്ദ്രൻ പറഞ്ഞേക്കുന്നതാണ്. അത് അലീന അവിടെ സമ്മതിച്ചതുമാണ്. എന്നിട്ടിപ്പോൾ പറയുന്നു അലീനയുടെ അധ്വാനത്തിൽ നിന്നുള്ള പൈസ കൊടുത്തു വിടാമെന്ന്. ഏതായാലും അലീന പോകുന്നതിൻ്റെ സങ്കടം കേട്ടോ എല്ലാവർക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഇവിടുന്ന് പോയാലും ശരണ്യെ എന്നും ഫോൺ വിളിക്കും, മാസത്തിൽ ഒരിക്കലെങ്കിലും നിന്നെ വന്ന് കാണുകയും ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ചിലപ്പോൾ രോഹിത്തായിരിക്കും നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വരുന്നത് എന്ന്. അന്നേരം അലീന ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടുവാണോ എന്ന് ശരണ്യ വിഷമത്തോടെ രോഹിത്തിനോട് ചോദിക്കുമ്പം രോഹിത്ത് പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ ചേച്ചിയെ പറഞ്ഞു വിടുന്നതല്ല, ചേച്ചി തനിയെ പോകുന്നതാണ് എന്ന്. അതെന്തിനാണ് ചേച്ചി പോകുന്നത്, ഇവിടെ നിന്നോട് ഇവർക്കാർക്കും ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാനൊരു വീട്ടിൽ ജോലിക്കായിട്ട് വന്നതാണ്, അവിടുത്തെ ജോലി കഴിഞ്ഞു, ഇനിയിപ്പം അവിടുന്ന് പിരിഞ്ഞു പോകണം, അതുകൊണ്ടാണ്, പിന്നെ ഇവർക്കാർക്കും എന്നെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് പേഴ്സണലായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ആകെ വിഷമത്തിൽ നിൽക്കുവാണ് ഇതൊക്കെ കേട്ടിട്ടും എല്ലാവരും. അന്നേരം അലീന പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, നമ്മൾ ഇത്രയും നേരം സന്തോഷത്തിലല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ തന്നെ ഇനിയും അങ്ങോട്ട് സംസാരിക്കണം, വിഷമമൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് തിരിച്ചു പോരുന്നു. തിരിച്ച് അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഫ്രണ്ടിൽ കൃഷ്ണമോൾ ഇരിപ്പുണ്ട്. കൃഷ്ണമോൾക്ക് യാതൊരു മൈൻഡും ഇല്ല കേട്ടോ. ഇവർ കയറി വരുമ്പോഴും മൈൻഡ് ചെയ്യാതെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിലും നോക്കുന്നുണ്ട്. അന്നേരം അലീന കുറച്ച് നേരം അടുത്ത് വന്ന് നിൽക്കും, അന്നേരം നോക്കുന്നില്ല. അന്നേരം രോഹിത്തിനോട്, ഇതെന്താ ഇവിടെയുള്ള ഒരാൾക്ക് ഭയങ്കര ഗമ, ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഒന്നും മിണ്ടുന്നില്ല.
അന്നേരം അലീന പറയും, ഇതിനു മുമ്പൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് കയറി വരുമ്പോൾ ഓടി വന്ന് തോളെ കയറിക്കൊണ്ടിരുന്ന പെണ്ണാ, ഇപ്പോൾ ഇതേ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ അങ്ങനെയാണ് എന്ന് പറയും. അന്നേരം ഇതെന്താടി ഇങ്ങനെ ഒരു കനം സംസാരത്തിലൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, ഇതിനു മുമ്പേ ഇവിടുന്ന് പോകുമ്പം എവിടെയാണ് പോകുന്നത്, എപ്പോൾ വരും എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു. കാരണം അന്ന് ഞാൻ മാത്രമേ കൂട്ടുകൂടാനുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പം ഒരുപാട് ആൾക്കാരായല്ലോ കൂട്ടുകൂടാൻ, അതിൻ്റെ അല്ലേ എന്ന് ചോദിക്കുവാണ്. പറയാതെ പോയതിൻ്റെ പരിഭവമാണ്. അന്നേരം പറഞ്ഞിട്ട് പോകാത്തതുകൊണ്ടായിരുന്നോ ഈ പിണക്കം എന്നൊക്കെ ചോദിച്ച് ഒന്ന് കൂട്ടുകൂടാൻ ചെല്ലുന്നുണ്ട് അലീന കൃഷ്ണയുടെ അടുത്ത്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ പറഞ്ഞായിരുന്നു വന്നു കഴിഞ്ഞ് സംസാരിക്കണമെന്ന്. അന്നേരം വന്നു കഴിഞ്ഞ് അലീനയോട് സംസാരിക്കുവാണ് ഇവിടുന്ന് പോകുന്നതിനെ പറ്റി. ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല. അന്നേരം അലീന പറയുന്നുണ്ട്, ഇത് കൂടുതലൊന്നും എനിക്ക് പറ്റില്ല അച്ഛ, എന്നെ പറഞ്ഞു വിടുന്നതാണ് നല്ലത്, അച്ഛന് വേറെ ഒന്നും തോന്നരുത് എന്നൊക്കെ പറയുന്നേക്കും ഭയങ്കര വിഷമമായി ബാലേന്ദ്രന്. ബാലേന്ദ്രൻ പറയുവാണ്, നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെ തന്നെയാണ് കണ്ടത്, എന്നിട്ടും ഈ അച്ഛനെ നീ തള്ളി പറഞ്ഞില്ലേ, നിനക്ക് എന്നെ വേണ്ടല്ലോ, എങ്കിൽ നീ പൊയ്ക്കോ, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറയുമ്പം അച്ഛ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ് ബാലേന്ദ്രൻ. ബാലേന്ദ്രൻ പറയും, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നീ പൊയ്ക്കോ എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നു. മുഖമൊക്കെ അങ്ങ് വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് ബാലേന്ദ്രൻ കേട്ടോ. ഈ സമയം താഴെ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുവാണ് മക്കൾ 3 പേരുടെ. അന്നേരം രോഹിത് പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ മോളായിരിക്കണ്ടേ, അത് അങ്ങനെ അല്ലല്ലോ എന്ന്. അന്നേരമാണ് ബബിത അതറിയുന്നത്. അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം കൃഷ്ണമോളും അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഇനി അതിനൊരു പരിഹാരമായിട്ട് കൃഷ്ണമോൾ എന്തെങ്കിലും പറയുമോ എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.